പിന്നെ ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ വാഗമണ്ണിലേക്കാണ്. അടിമാലിയിൽ നിന്ന് ഒരു 83 കിലോമീറ്ററോളം ദൂരം കാണും ഈ പറയുന്ന വാഗമണ്ണിലേക്ക്. ഞാൻ അവിടുന്ന് രാവിലെ 9 മണിക്ക് തിരിച്ചതാണ്. പോകുന്ന വഴിയിലെല്ലാം കാണാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ മൂന്നാർ പോകുന്ന പോലെ തന്നെ നല്ല തേയിലക്കാടുകളൊക്കെയാണ് രണ്ട് സൈഡിലായിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. എങ്കിലും ഞാൻ വരുന്ന വഴിയിൽ അവിടെ ഒരു തങ്ങൾപ്പാറ ഉണ്ടെന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ ഒന്ന് ഞാനവിടെ കയറിയതാണ്. താഴെ കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം. ഇതെല്ലാം കണ്ടു ഞങ്ങൾ അവിടുന്ന് നേരെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഈ ചുമന്ന കളറിൽ കാണുന്ന അരുന്ധതി വസിഷ്ഠ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒക്കെ നല്ല ഭംഗിയിൽ തേയിലക്കാടുകളാണുള്ളത്. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറുവാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെയും ഒരു സ്റ്റെപ്പുണ്ട്. പക്ഷെ ഞാൻ പോകുന്നത് ഇപ്പുറത്തെ സൈഡിലെ സ്റ്റെപ്പിലാണ്. ഇതിലൂടെ മുകളിലേക്ക് കയറി പോകാം നമുക്ക്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ 2 പേര് നിന്നിട്ട് തേയില കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂടെ ഞാനും തേയിലകളെല്ലാം കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ചേച്ചിയും ചേട്ടനും സമ്മതിക്കുന്നു. അങ്ങനെ തേയില വെട്ടിക്കൂട്ടി ഞാനിത് രണ്ടും കൽപ്പിച്ച് വെട്ടിക്കൂട്ടി അവരുടെ ചാക്കിലിടുവാണ്. അവർ വളരെ നല്ല വൃത്തിയായിട്ട് വെട്ടിക്കൊണ്ടിരുന്ന തേയില ഞാൻ വെട്ടി നശിപ്പിക്കുകയാണ് ഈ കാണുന്നത്. എന്തായാലും അവരുടെ സ്വന്തം പറമ്പായതുകൊണ്ട് അവരെന്നെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ മൊട്ടക്കുന്ന് സന്ദർശിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. വാഗമണ്ണ് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഈ മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്നിലേക്ക് ഞാൻ കയറാൻ പോകുന്ന സീനാണ് ഈ കാണുന്നത്. അടുത്തടുത്ത് ചേർന്ന് കിടക്കുന്ന കുറേ പുല്ലുകളും മുളച്ച് കിടക്കുന്ന ഒരു മൊട്ടക്കുന്നുകളാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്നതെല്ലാം. അങ്ങനെ മൊട്ടക്കുന്ന് കയറുവാണ്. കയറുന്ന ഭാഗത്ത് പുല്ലില്ല എന്ന് നിങ്ങൾ പറയരുത്. അതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല പുല്ലുണ്ടായിരുന്നു. അങ്ങനെ അത് കാണുമ്പോൾ അപ്പുറത്തെ സൈഡിലെ കുന്നുകൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് മഞ്ഞ് കാരണം കൊണ്ട് എനിക്കൊന്നും വീഡിയോയിൽ പതിഞ്ഞില്ല. നേരെ അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് നല്ല തണുപ്പായത് കാരണം ഇതേപോലെ കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ കടയിൽ കയറി. ആ ചേച്ചിയുടെ കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു, ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വാഗമണ്ണിൽ വന്നാൽ വെറുതെയാവും. നമുക്കവിടെ ഒന്നും കാണാൻ പറ്റില്ല. വാഗമൺ ലൈക്ക് പൈൻ ഫോറസ്റ്റ് ഇതിലേക്കൊന്നും ഞാൻ പോയില്ല. കാരണം അവിടെ എല്ലാം മഴക്കാലം വന്നാൽ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടുത്തെ ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം ഇവിടെ എല്ലാം ഓപ്പണായിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ തിരിച്ചു പോരുന്നത്. എന്തായാലും ഈ കണ്ടതെല്ലാം വളരെ ഭംഗിയായിരുന്നു. വീണ്ടും കാണാം. ടാറ്റാ.